ഹലോ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഞാനിതിൽ ചെയ്യാൻ പോകുന്നത് എഗ് കാർട്ടൺസ് വെച്ചിട്ട് നമുക്ക് 5 ആനിമൽസിനെ ഉണ്ടാക്കാനാണ്. ആദ്യം നമ്മൾ ഉണ്ടാക്കുന്നത് മൗസാണ്. ശരിക്കും പിള്ളേർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്, വലിയവർക്കും ചെയ്യാം. നമ്മളൊരു കാർഡ്ബോർഡിൽ മൗസിൻ്റെ ചെവി വരച്ച് കൊടുക്കുക. അത് കട്ടൗട്ട് ചെയ്തിട്ട് നമ്മളത് എഗ് കാർട്ടണിൽ വെച്ച് നോക്കുക, കറക്റ്റായിട്ട് ആവുന്നുണ്ടോ, ശരി എങ്ങനെയാണ് വെക്കേണ്ടതെന്ന് വെച്ചിട്ട് നമ്മൾ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ 2 ചെവിയും ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കുക. നമുക്കൊരു ഷേപ്പ് തോന്നണില്ലേ, മൗസിൻ്റെ ഷേപ്പായിട്ട്. ഇനി ഇതിൽ നമുക്ക് തോന്നുന്ന ഒരു കളർ, ഞാൻ ഉദ്ദേശിച്ചത് ലൈറ്റ് ഗ്രേ ആണ്, പക്ഷേ ഡാർക്ക് ഗ്രേ ആയിട്ട് സാരമില്ല. ഒരു മൗസിന് പറ്റിയിട്ടുള്ള ഒരു കളറ്, പിന്നെ പിങ്ക് കളറിലുള്ള ചെവിയൊക്കെ വെച്ചിട്ട് നമ്മളൊരു ഷേപ്പ് ഉണ്ടാക്കിയെടുത്തു. ഇനി അതിൻ്റെ 2 കണ്ണും മൂക്കൊക്കെ ഞാൻ നല്ല ബ്ലാക്ക് കളറിൽ വെച്ചിട്ട് വരച്ചു കൊടുക്കാൻ ചെയ്തേ. ഇതിലൊരു മീശയും കൂടെ നിങ്ങൾ വെച്ചോളൂ, ഞാൻ വെക്കാൻ മറന്നുപോയി. ഇനി അതിനെ നമുക്കിഷ്ടമുള്ള പോലെ ഡെക്കറേറ്റ് ചെയ്ത് ഞാനൊരു കാർഡ്ബോർഡിലാണ് ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. നെക്സ്റ്റ് നമുക്ക് കങ്കാരു ഉണ്ടാക്കാം. കങ്കാരുവിനും അതിൻ്റെ ഷേപ്പിലുള്ള ചെവിനെ കാർഡ്ബോർഡിൽ കട്ടൗട്ട് ചെയ്തെടുത്തിട്ട് അതിന് നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇനി നമുക്ക് അതിന് ഇഷ്ടമുള്ള കളേഴ്സ് നമുക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാൻ കങ്കാരുവിന് ഒരു പീച്ചും ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് പിങ്കും ബ്രൗണും കൂടെ വെച്ചിട്ട് ഒരു കളർ എടുക്കാം. നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അക്രിലിക് പെയിൻ്റാണ്. എനിക്കതാണ് ഏറ്റവും സ്യൂട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്. അതല്ലാതെ വേറെ എനിക്ക് പെയിൻറ്റിങ്ങിൻ്റെ ഒന്നും കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. ഇതാണ് എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിളായിട്ട് തോന്നിയിട്ടുള്ളത്. പിള്ളേർക്ക് ഇതായിരിക്കും നല്ലത്. ഞാൻ വാട്ടർ മിനിമലായിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മൂക്കിൽ ഞാനൊരു ലൈറ്റ് പിങ്ക് അടിച്ചിട്ടുണ്ട്. അത് ഡ്രൈ ആകുമ്പോഴത്തേക്ക് ഇങ്ങനെ ലൈറ്റ് പിങ്കായി കാണും. പിന്നെ ഞാനൊരു സ്കെച്ച് വെച്ചിട്ട് ആദ്യം ഞാൻ എൻ്റെ മൂക്കും വായും ഒക്കെ ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. സ്കെച്ച് വെച്ചിട്ട് പക്ഷെ അത് ഉണങ്ങുമ്പോഴത്തേക്കും നല്ല ലൈറ്റായിട്ടിരിക്കുകയാണ്. അപ്പം ഞാൻ അതിൻ്റെ പുറത്ത് കൂടെ ഒരു പെയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് അക്രിലിക്കിൽ തന്നെ ഞാൻ കുറച്ചുകൂടി ഡാർക്കായിട്ട് വരാനായിട്ട് ഒരു ബ്ലാക്ക് കളർ പെയിൻറ്റ് വെച്ചിട്ട് ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് കാണുന്നില്ലേ? നിങ്ങളും അങ്ങനെ ചെയ്തോളൂ. അതും നല്ല ഒരു പോർട്രേറ്റ് മോഡിൽ ഞാനൊരു ഹാറ്റൊക്കെ വരച്ചിട്ടിട്ടുണ്ട്, കണ്ടല്ലോ. പിന്നെ ഒരു ഷർട്ടൊക്കെ വരച്ച് നല്ല ഒരു പോർട്രേറ്റായിട്ട് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്നാണ് ഞാൻ എടുത്തത്. പിന്നെ ഞാൻ എടുത്തത് ഫോക്സാണ്. ഫോക്സും അതുപോലെ ജിറാഫും ചെയ്യുന്നുണ്ട്. ഫോക്സിൻ്റെ ചെവി നോക്കിയേ, ഇതുപോലെ ഒരു ചെവി കട്ടൗട്ട് ചെയ്ത് ഒട്ടിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇതുപോലെ ഒരു പെയിൻറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതെങ്ങനെയെന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് വേണം പെയിൻ്റ് അടിക്കാൻ. പകുതി ഓറഞ്ചും ബ്രൗണും കൂടെ മിക്സ് ചെയ്തിട്ട് ബാക്കി പകുതി വൈറ്റുമാണ്. പിന്നെ ചെവിയിൽ വൈറ്റ് കളർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ജിറാഫിനൊക്കെ ഇതുപോലെ നോക്കി ചെയ്തോളൂ. യെല്ലോയും ഒരു ഓറഞ്ചും ബ്രൗണും കൂടെയുള്ള ഷെയ്ഡാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തലയിൽ ഒരു ആൻറ്റിന പോലൊരു സാധനമുണ്ട്. അതിലൊക്കെ ഞാൻ പിന്നീട് കുറച്ച് ഡീറ്റെയിൽസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അതിൻ്റെ ചെവിയിലും ഒക്കെ നല്ല ഡീറ്റെയിൽസ് പിന്നെ ചെയ്യുന്നുണ്ട്. കണ്ണും മൂക്കൊക്കെ വരച്ചു കൊടുക്കും. പിന്നെ ഫോക്സിൻ്റെ ചെവിയിലും ബാക്കിയെല്ലാം ഞാൻ ഡീറ്റെയിൽസ് പെയിൻറ്റ് ചെയ്യുന്നതാണ്. ഇനി ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നിങ്ങൾ കണ്ടോളൂ.
എങ്ങനെയുണ്ട്? നിങ്ങൾക്കിത് എളുപ്പമായിട്ട് തോന്നുന്നില്ലേ? ഇതുപോലെ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാൻ ചെറിയ കുട്ടികൾക്ക് വേണ്ടിയാണ് ഉദ്ദേശിച്ചിട്ടെങ്കിലും വലിയവർക്കും ചെയ്യാവുന്നതാണ്. ചെയ്തിട്ട് എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് ടാഗ് ചെയ്തേക്കണം, എൻ്റെ ഫോട്ടോസൊക്കെ എടുത്തിട്ട്. പിന്നെ ഇതിൻ്റെ ഫസ്റ്റ് വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ അതിൻ്റേതായ കുറച്ച് കുറവുകളൊക്കെ ഉണ്ടാവും. എഡിറ്റിങ്ങും എൻ്റെ വോയിസും. എനിക്ക് സ്റ്റുഡിയോ അങ്ങനെയൊന്നുമില്ല, ഞാൻ ഡൈനിങ് ടേബിളിൽ വെച്ച് തന്നെയാണ് എല്ലാം ചെയ്യുന്നതും. അപ്പോൾ അതിൻ്റേതായ പോരായ്മകളും ലൈറ്റിങ്ങിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അടുത്ത വീഡിയോ മുതൽ അതൊക്കെ പരിഹരിക്കാൻ നോക്കാം. നിങ്ങൾക്കിപ്പം ഈസി ആയിട്ട് തോന്നുന്നുണ്ടല്ലോ അല്ലേ? അപ്പോൾ ഞാൻ ഇതിൻ്റെ കൂടെ വോയിസ് ഓവർ ചെയ്യണോ വേണ്ടയോ, വെറുതെ കാണിച്ചു തന്നാൽ മതിയോ, പിന്നെ ഞാൻ ചെയ്യുന്നത് കൂടുതലാണോ കുറവാണോ, ഞാൻ കട്ട് ചെയ്യുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ടോ, അനാവശ്യമായിട്ട് ഞാൻ വലിച്ച് നീട്ടുന്നുണ്ടോ, ഇതൊക്കെ ഒന്ന് എനിക്ക് കമൻറ്റ് ചെയ്ത് തരണേ. നെക്സ്റ്റ് ഞാൻ ഈ കൗനങ്ങ് ഉണ്ടാക്കി, അത് എങ്ങനെ ഉണ്ടാക്കിയത് ഞാൻ കാണിക്കുന്നില്ല, ഞാൻ എൻ്റെ വീഡിയോ എടുത്തിട്ടുമില്ല. നിങ്ങൾ തന്നെത്താനെ ഉണ്ടാക്കി നോക്കിക്കോളൂ. ഇതുണ്ടാക്കി ഈസിയാണല്ലോ, ഇത്രയും നാലെണ്ണം കണ്ടില്ലേ. അപ്പോൾ ഇത് ഞാനൊരു ലേഡി കൗവായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് തന്നെത്താനും ചെയ്ത് നോക്കിയിട്ടോ. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ പറയണേ. നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.